A Prayer for My Daughter എന്ന് പറയുന്ന പോയട്രി. It was written in 1919 and got published in 1921. It was written for his daughter Anne Yeats. ആനി എയ്റ്റ്സിന് വേണ്ടിയിട്ട് W.B. എയ്റ്റ്സ് എഴുതിയ പോയട്രിയാണ്. ആനി എയ്റ്റ്സ് എന്ന് പറയുന്നത് W.B. എയ്റ്റ്സിൻ്റെ ഡോട്ടറാണ്. അപ്പോൾ ഈ പോയട്രിയുടെ ടൈറ്റിൽ തന്നെ കണ്ടോ, എ പ്രെയർ ഫോർ മൈ ഡോട്ടർ. അപ്പോൾ എന്താണ് എനിക്ക് എൻ്റെ മോളോടുള്ള എക്സ്പെക്റ്റേഷൻ ആൻഡ് വാട്ട് ആർ മൈ പ്രേയേഴ്സ് ഫോർ ഹർ, അതാണ് ഈ പോയട്രിയിലൂടെ പറയുന്നത്. ഈ പോയട്രി 10 സ്റ്റാൻസയിലുള്ള ഒരു ലോങ് പോയട്രിയാണ്. ഇത് എഴുതുമ്പോൾ ഹി വാസ് സ്റ്റേയിങ് അറ്റ് തൂർ ബലീലി. തൂർ ബലീലി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമായിരുന്നു. അയർലൻഡിൽ ഒരു ടവറിലായിരുന്നു അവർ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് വിത്ത് ഹിസ് ഡോട്ടർ. ആ സമയം എന്ന് പറയുന്നത് ആംഗ്ലോ ഐറിഷ് വാർ നടക്കുന്ന സമയമായിരുന്നു. ആംഗ്ലോ ഐറിഷ് വാർ, അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. വാറിൻ്റെ സമയമായിരുന്നു. ആൻഡ് ദ പോയം വാസ് കമ്പോസ്ഡ് വെൻ ഹിസ് ഡോട്ടർ വാസ് 2 days ഓൾഡ്. കുഞ്ഞ് ജനിച്ചിട്ട്, ഡോട്ടർ ജനിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളായിരുന്നു. ന്യൂ ബോൺ ആയിരുന്നു കുഞ്ഞ്. ആ സമയത്തായിരുന്നു ഇദ്ദേഹം ഈ പോയട്രി എഴുതുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ 10 സ്റ്റാൻസ്. നമ്മൾ ഈ പോയട്രിയുടെ ഫോം എടുത്ത് നോക്കിയാൽ 10 സ്റ്റാൻസ ഫോമാണ്. ഓരോ സ്റ്റാൻസയിലും 8 ലൈൻസ് വീതമാണ് എഴുതിയേക്കുന്നത്. ഈ പോയട്രിയിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് ഹി ഹാവ് ഫോർ ഹിസ് ഡോട്ടർ. ഡോട്ടറിനോടുള്ള എക്സ്പെക്റ്റേഷനാണ്. ആൻഡ് ഹീ ഈസ് എക്സ്പെക്റ്റിംഗ് ഹെർ അറ്റ്ലീസ്റ്റ് നോട്ട് ലൈക്ക് മോദ്ഗോൺ. മോദ്ഗോണിനെ പോലെ ആവരുതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മകള്. മോദ്ഗോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ W.B. എയ്റ്റ്സിന് ഒരു എഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ക്രഷ്, ഒരു ഇൻഫാക്ച്വേഷൻ ഉള്ളൊരു ലേഡിയാണ് മോദ്ഗോൺ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മോദ്ഗോണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. മോദ്ഗോൺ വേറൊരാളെ കല്യാണം കഴിച്ചു. ഒരു മാക്ബ്രൈഡ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു, ജോൺ മാക്ബ്രൈഡ്. അപ്പം മോദ്ഗോൺ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ലവ് തിരിച്ചു കൊടുത്തില്ല, അൺറിക്വറ്റഡ് ലവ് ആണ്. അപ്പം മോദ്ഗോണിനെ കണക്കാവരുത് എൻ്റെ മകള് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായോ? അഭിജിത്ത് പോയട്രി സ്റ്റാർട്ട് ചെയ്തു. ബ്ലോക്ക് 2 പോയട്രി ആൻഡ് ഡ്രാമ ടെക്സ്റ്റിലാണ്. യൂണിറ്റ് 3, ബ്ലോക്ക് 2 യൂണിറ്റ് 3, എ പ്രേയർ ഫോർ മൈ ഡോട്ടർ. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പോയട്രി വാസ് റിട്ടൺ ഇൻ 1990 ആൻഡ് ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ 1921. W.B. എയ്റ്റ്സ് ഇത് എഴുതുന്നത് W.B. എയ്റ്റ്സിൻ്റെ ഡോട്ടറിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ പോയട്രി ഈസ് ഓഫ് 10 സ്റ്റാൻസ ഫോമാറ്റ്. ഓരോ സ്റ്റാൻസയ്ക്കും 8 ലൈൻസ് ഈച്ച് ആണ്. ഈ പോയട്രി കമ്പോസ് ചെയ്യുമ്പം W.B. എയ്റ്റ്സ് വാസ് സ്റ്റേയിങ് അറ്റ് തൂർ ബലീലി. തൂർ ബലീലി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, ഒരു ടവറിൽ. ആ സമയം എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആംഗ്ലോ ഐറിഷ് വാർ നടക്കുന്ന സമയമാണ്. ആംഗ്ലോ ഐറിഷ് വാർ. ഈ പോയം എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തത് വെൻ ഹിസ് ഡോട്ടർ വാസ് ജസ്റ്റ് 2 days ഓൾഡ്. ഒരു ന്യൂ ബോൺ ആയിരുന്നു ബേബി. ആൻഡ് ദ പോയട്രി ഈസ് ഓൾ അബൌട്ട് ഹിസ് എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് ഹി ഹാവ് ഫോർ ഹിസ് ഡോട്ടർ. അദ്ദേഹത്തിൻ്റെ മകൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം ഈ പോയട്രിയിൽ പറയുന്നത്. ഹൗ ഷുഡ് ഷീ ബിഹേവ്, വാട്ട് ക്വാളിറ്റീസ് ഷുഡ് ഷീ ഹാവ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു അൺറിക്വറ്റഡ് ലവ് ഉണ്ട്, മോദ്ഗോൺ. മോദ്ഗോൺ വാസ് ഹിസ് ക്രഷ്. പക്ഷേ മോദ്ഗോണിൽ നിന്ന് ലവ് തിരിച്ചു കിട്ടിയില്ല. ആൻഡ് ഷീ ഗോട്ട് മാരീഡ് ടു അനദർ പേഴ്സൺ. അപ്പം മോദ്ഗോണിനെ പോലെയും ആവരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ ലോങ് പോയട്രി ഓഫ് 10 സ്റ്റാൻസ ഫോം ഓഫ് 1 സ്റ്റാൻസ കംപ്രൈസിങ് ഓഫ് 8 ലൈൻസ് ഈച്ച്. ഇപ്പോൾ പോയട്രി തുടങ്ങാം. Once more the storm is howling, and half hid under this cradle hood and coverlet my child sleeps on. അപ്പം അദ്ദേഹം പറയാണ് ഒന്നും കൂടെ, once more. അതൊരു സ്റ്റോമി നൈറ്റ് ആണ്. ദ സ്റ്റോം ഇസ് ഹൗളിങ്. ആ സ്റ്റോമി നൈറ്റിൽ സ്റ്റോം നന്നായിട്ട് കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ആ സ്റ്റോമിൻ്റെ ആ ഹൗളിങ് സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട്, ആ ഇൻറ്റൻസ് സൗണ്ട് ഓഫ് ദ സ്റ്റോം. And my daughter under this cradle hood and coverlet my child sleeps on. എൻ്റെ 2 days മാത്രം പ്രായമുള്ള എൻ്റെ ന്യൂ ബോൺ ബേബി ഇതിനകത്ത് ഹാഫ് ഹിഡൻ ആയിട്ട്, പകുതി മാത്രമേ ബേബിയുടെ കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ദ ബേബി ഇസ് സ്ലീപ്പിംഗ് അണ്ടർ ദിസ് ക്രൈഡിൽ ഹുഡ്. ഈ തൊട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. ആൻഡ് ദിസ് ക്രൈഡിൽ ഇസ് കൺസിഡേർഡ് ആസ് ദ പ്രൊട്ടക്ഷൻ ഫോർ മൈ ഡോട്ടർ.
There is no obstacle but Grigory's wood and one bare hill. അപ്പോൾ ഈ കൊടുങ്കാറ്റിനെ അവിടെ തടയാനായിട്ട് മറ്റൊരു ഒബ്സ്റ്റക്കിളും ഇല്ല, മറ്റൊരു ഹിൻഡ്രൻസും ഇല്ല. ബട്ട് ഗ്രിഗറീസ് വുഡ് എന്ന് പറഞ്ഞാൽ ലേഡി ഗ്രിഗറി ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്. അബേ തിയേറ്ററിൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും അബേ തിയേറ്ററിൻ്റെ കാര്യം. അബേ തിയേറ്റർ WB Yeats ആൻഡ് ലേഡി ഗ്രിഗറി വാസ് ഓൾസോ ദ മെമ്പർ ഓഫ് ദിസ് അബേ തിയേറ്റർ. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുപാട് വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലേഡി ഗ്രിഗറി ആക്ച്വലി യൂസ് ടു സപ്പോർട്ട് WB Yeats a lot. അപ്പം ലേഡി ഗ്രിഗറിയെ ഇതിനകത്ത് ഷീ ഈസ് ദെയർ ഈവൻ ടു സ്റ്റോപ്പ് ദ സ്റ്റോം എന്നുള്ള രീതിയിൽ പറയുവാണ്. അവിടെ ലേഡി ഗ്രിഗറിയുടെ വുഡ് എന്ന് പറയുമ്പോൾ കാട് ഉണ്ട്. ഈ ഈ സ്റ്റോമിനെ തടയാൻ. ഈ സ്റ്റോം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ സ്റ്റോം ആയിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിലെ സ്റ്റോം ആയിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ ഒന്ന് തടയാനായിട്ട് ഗ്രിഗറിയുടെ വുഡുണ്ട്. ആൻഡ് ഓൾസോ വൺ ബെയർ ഹിൽ, ഒരു ബെയർ ആയിട്ടുള്ളൊരു മലയും ഉണ്ട്, ഒരു മൗണ്ടൈനും ഉണ്ട്. വെയർ ബൈ ദ ഹെയ്സ്റ്റാക്ക് ആൻഡ് റൂഫ് ലെവലിംഗ് വിൻഡ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ WB Yeatsന്റെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയട്രിയാണ്. ഇതിൻ്റെ ലൈൻസ് മനസ്സിലാക്കാൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. സോ നമ്മൾ സർഫസ് മീനിങ് എടുക്കാതെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം കേട്ടോ. സാധാരണ നമ്മൾ ഈ ബ്ലോക്ക് 2 എല്ലാ പോയട്രി എടുത്ത് നോക്കിയാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ പോയട്രി കുറച്ചൊന്ന് നമ്മൾ ഇച്ചിരി ഡിഫിക്കൾട്ടാണ് ദ ലൈൻസ് ഡൈജസ്റ്റ് ആവാൻ. സോ where by the haystack and roof leveling wind. അപ്പോൾ ആ സ്റ്റോം എവിടെയൊക്കെ അടിക്കുന്നുണ്ട്? ഈവൻ ദ ഹെയ്സ്റ്റാക്കിലും, ഹെയ്സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കച്ചിയിൽ. അപ്പോൾ കച്ചിയിലും അടിക്കുന്നുണ്ട്. ആൻഡ് റൂഫ് ലെവലിംഗ് വിൻഡ്, അതായത് വീടിൻ്റെ റൂഫ് വരെ താഴെയും മേളിലും എല്ലായിടവും ഈ സ്റ്റോം അടിക്കുന്നുണ്ട്. ബ്രെഡ് ഓൺ ദ അറ്റ്ലാന്റിക്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദിസ് സ്റ്റോം ഹാസ് ബീൻ arrived ഫ്രം ദ അറ്റ്ലാന്റിക് ആൻഡ് ക്യാൻ ബി സ്റ്റേഡ്. ദ സ്റ്റോം ക്യാൻ ബി സ്റ്റേഡ് ഫോർ ലോങ്. And for an hour I walked and prayed because of the great gloom that is in my mind. ഞാൻ 1 മണിക്കൂറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. And I'm praying because of the great gloom, because of something of the great misery or gloom that is present in my mind. I'm walking here and there and praying for an hour. Hope you understand the first stanza. സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോട്ടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സെക്കൻഡ് സ്റ്റാൻസ. I have walked and prayed for this young child an hour. ഞാൻ 1 മണിക്കൂറായിട്ട് I'm walking and praying for my young child, my young baby for an hour. 1 മണിക്കൂറായിട്ട് ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. And heard the sea wind scream upon the tower. At the same time I'm hearing the scream of the sea wind upon the tower where I'm living with my baby. And under the arches of the bridge, even ഈ ബ്രിഡ്ജിൻ്റെ ആർച്ചസിൻ്റെ അണ്ടറിലും ഈ സ്റ്റോം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ആൻഡ് സ്ക്രീം ഇൻ ദ എൽംസ് എബവ് ദ ഫ്ലഡഡ് സ്ട്രീം. എൽം എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ആണ്. എൽംസ് ട്രീയിലും ഇത് അടിക്കുന്നുണ്ട്. ഈവൻ ദ ഫ്ലഡഡ് സ്ട്രീമിലും ഈ സ്റ്റോം വന്ന് ഏശുന്നുണ്ട്. ഐ ക്യാൻ ഹിയർ ദ സ്ക്രീം ഓഫ് ദ സീ വിൻഡ് everywhere, upon my tower, even under the bridge, even on the elm trees, even on the flooded stream. എല്ലായിടവും ഇത് അടിക്കുന്നുണ്ട്. Imagining in excited reverie that the future years had come, dancing to a frenzied drum out of the murderous innocence of the sea. എന്നിട്ട് പറയാണ്, I'm imagining an excited reverie. Reverie എന്ന് പറഞ്ഞാൽ ഡേ ഡ്രീമിങ്ങിൽ ഞാൻ about the future years, ഇനി വരാൻ പോകുന്ന ഇയേഴ്സിനെ കുറിച്ച് ഞാൻ ഇമാജിൻ ചെയ്യുവാണ്. which has arrived and the sea is innocent and murderous at the same time. നമ്മൾ ഈ കടലിലേക്ക് നോക്കുമ്പോൾ the sea seems to be innocent and murderous at the same time. എനിക്കൊരു പെർപ്ലെക്സിങ് സിറ്റുവേഷൻ ആണ് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം സീ ചില സമയത്ത് കാമാണ്, ബട്ട് സംടൈംസ് ഇറ്റ് ഇസ് murderous and violent. അപ്പോൾ എനിക്ക് തോന്നുന്നു the sea is calm to await the violent. അപ്പോൾ ഈ വയലൻറ്റ് സ്റ്റോമിന് മുമ്പ് ഒരു സീക്ക് ഒരു കാംനെസ് ഉണ്ടല്ലോ, ചിലപ്പോൾ അതാവും. ചിലപ്പോൾ ഈ വയലൻറ്റ് സ്റ്റോം വരുമ്പം ദ സീ മേ ബി മോർ വയലൻറ്റ് ആൻഡ് മർഡറസ്. Now, may she be granted beauty and yet not beauty to make a stranger's eye distraught. But I'm praying to God that my baby or my child should be very beautiful. She should be blessed with beauty.
ആൻഡ് യെറ്റ് നോട്ട് ബ്യൂട്ടി ടു മേക്ക് എ സ്ട്രേഞ്ചേഴ്സ് ഐസ് ഡിസ്ട്രോട്ട്. പക്ഷേ ഒരു സ്ട്രേഞ്ചറിൻ്റെ ഐക്ക് ഇറ്റ് ഷുഡ് നോട്ട് ഗെറ്റ് ഡിസ്ട്രോട്ട്, അല്ലെങ്കിൽ അപ്സെറ്റ് ആവല്ലോ. ഒരു സ്ട്രേഞ്ചർ അവളെ കാണുമ്പം he or she should not get disappointed or upset or worried looking at her beauty. അങ്ങനത്തെ ബ്യൂട്ടി കൊടുക്കാൻ പാടില്ല. ബട്ട് she should be blessed with beauty. Or hers before a looking glass for such being made beautiful overmuch. അവളെ അധികം ബ്യൂട്ടിഫുള്ളും ആക്കല്ല, അതായത് ഓവർമച്ച് ബ്യൂട്ടി ആക്കിക്കഴിഞ്ഞാൽ ഷീ വിൽ ഓൾവേസ് ലുക്ക് ഹെർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്ലാസ് ഓർ മിറർ, മേക്കിംഗ് ഹെർ മോർ ബ്യൂട്ടിഫുൾ. Consider beauty as sufficient end, and she will consider beauty is everything. ബ്യൂട്ടി മാത്രമാണ് ഈ ലോകത്തുള്ള എല്ലാം, ആൻഡ് ഇറ്റ് ഇസ് സഫിഷ്യൻറ്റ് എൻഡ് എന്ന് അവൾ കരുതും. അതുകൊണ്ട് ഗോഡ് ഡോണ്ട് മേക്ക് ഹർ ഓവർ മച്ച് ബ്യൂട്ടിഫുൾ, which makes her lose natural kindness and maybe the heart revealing intimacy that chooses right and never find a friend. അവളെ അത്ര ഓവർ മച്ച് ബ്യൂട്ടി ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? She will consider beauty as the sufficient end of the life, and she will lose her natural kindness and maybe the heart revealing intimacy. എന്താണ്, നമ്മളുടെ ഓരോ മനുഷ്യനും ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റുന്നൊരു ഒരു കൈൻഡ്നെസ് ഉണ്ട് നമ്മളുടെ, ലൈക്ക് ഒരു നാച്ചുറൽ കൈൻഡ്നെസ് ആൻഡ് ദ ഹാർട്ട് റിവീലിംഗ് ഇൻറ്റിമസി, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഇൻറ്റിമസി ദാറ്റ് ചൂസസ് റൈറ്റ് ആൻഡ് നെവർ ഫൈൻഡ് എ ഫ്രണ്ട്. അപ്പോൾ അവൾക്ക് ബ്യൂട്ടിയാണ് എല്ലാമെന്ന് അവൾ കരുതിയ ഷീ കുഡിൻറ്റ് ഈവൻ ഫൈൻഡ് എ ഗുഡ് ഫ്രണ്ട്, ബിക്കോസ് അവളുടെ കൈൻഡ്നെസ് അവൾ മറന്നുപോകും, അവളുടെ ഇൻറ്റിമസി അവൾ മറന്നുപോകും, ആൻഡ് വാട്ട് ടു ചൂസ് റൈറ്റ് ആൻഡ് റോങ് അവൾ മറന്നുപോകും, because she will only consider herself to be beautiful, and she will always try to make herself more beautiful in front of the mirror. അതുകൊണ്ട് അവളെ ഓവർ മച്ച് ബ്യൂട്ടി ആക്കണ്ട. നെക്സ്റ്റ് ആൻസർ, Helen being chosen found life flat and dull and later had much trouble from a fool. അപ്പോൾ നിങ്ങൾക്ക് ഹെലൻ ഓഫ് ട്രോയിഡ് മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രോജൻ വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അതിനകത്ത് ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഷീ വാസ് ഇമ്മൻസ്ലി ബ്യൂട്ടിഫുൾ. എന്നിട്ട് ഹെലൻ്റെ ഹസ്ബൻഡ്, ഷീ വാസ് മാരീഡ് ബട്ട് ഷീ ഗോട്ട് എലോപ്ഡ് വിത്ത് പാരിസ് എന്ന് പറയുന്ന ഒരു യങ് ഫെലോയുടെ കൂടെ ഷീ ഗോട്ട് എലോപ്ഡ്, ഒളിച്ചോടിപ്പോയി. എന്നിട്ട് ഷീ എൻഡ് അപ്പ് ഇൻ ട്രബിൾ. അപ്പോൾ ഹെലനും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. കുറേ ബ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും ഫൂളിഷ് ആക്റ്റും ചെയ്യും എൻ്റെ മകളും. അതിന് 2 എക്സാമ്പിൾ എടുത്ത് പറയാണ്. ഹെലൻ ബീങ് ചോസൻ ഫൗണ്ട് ലൈഫ് ഫ്ലാറ്റ് ആൻഡ് ഡൾ ആൻഡ് ലേറ്റർ ഹാഡ് മച്ച് ട്രബിൾ ഫ്രം എ ഫൂൾ. അതായത് ഹെലൻ റിസീവ്ഡ് എ ഡൾ ആൻഡ് ഫ്ലാറ്റ് ലൈഫ്. ഷീ വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹെർ ലൈഫ് ആൻഡ് ഷീ ഹാഡ് ട്രബിൾ ഫ്രം എ ഫൂൾ. ഫൂൾ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ പാരിസ് ആണ്. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ അറിയാതെ, ഈവൻ ദോ ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ, ഷീ കുഡ്ന്റ് ടേക്ക് എ റൈറ്റ് ചോയ്സ് ഫോർ ഹെർ ലൈഫ് ആൻഡ് ഷീ ഗോട്ട് എൻഡ് അപ്പ് ഇൻ ട്രബിൾ വിത്ത് എ പേഴ്സൺ with whom she got eloped with, who is Paris. ആ പാരീസിനാണ് ഇവിടെ ഫൂളായിട്ട് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ഒരു ഗ്രേറ്റ് ക്വീനിൻ്റെ കാര്യം. While that great queen that rose out of the spray, being fatherless, could have her way, yet chose a bandy-legged smith for man. ഒരു ക്വീൻ ഉണ്ടായിരുന്നു, ഷി വാസ് വെരി ഗ്രേറ്റ്, പക്ഷേ ആൻഡ് ഷീ റോസ് ഔട്ട് ഓഫ് ദ സ്പ്രേ. സ്പ്രേ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ്, സ്പ്രേ ഇവിടെ ഓഷ്യൻ അല്ലെങ്കിൽ വാട്ടർ അങ്ങനെയാണ് പറയുന്നത്. ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ബീങ് ഫാദർലെസ് കുഡ് ഹാവ് ഹെർ വേ യെറ്റ് ചോസ് എ ബാൻഡി ലെഗ്ഡ് മാൻ. ഷീ വാസ് ഓൾസോ നോട്ട് ഗുഡ് ഇനഫ് ടു മേക്ക് എ ഗുഡ് ഡിസിഷൻ ആൻഡ് ഷീ എൻഡ് അപ്പ് ഇൻ ട്രബിൾ ചൂസിങ് എ ബാൻഡി ലെഗ്ഡ് മാൻ. ബാൻഡി ലെഗ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ബൗഡ് എഗ്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാലുള്ള മാനിനെയാണ് ചോസ് ചെയ്തത്. It's certain that fine women eat a crazy salad with their meat, whereby the horn of plenty is undone. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇറ്റ് ഇസ് certain, it is sure that beautiful women അല്ലെങ്കിൽ fine women eat a crazy salad with their meat where she loses her prosperity. That it makes the poets wonder if the beautiful women eat something stupid for salad, that they make stupid decision which brings misery for her. അതായത് എത്ര ബ്യൂട്ടിഫുൾ വിമൻ ആണെങ്കിലും അവരെന്ത് ചെയ്യും, കുറേ സ്റ്റ്യൂപ്പിഡ് ഡിസിഷൻ എടുത്തിട്ട് അവരുടെ ലൈഫ് എന്നേക്കുമായി മിസറിയാക്കും. ഇവിടെ ദ റിച്ച് ഹോൺ ഓഫ് പ്ലെൻറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സജസ്റ്റീവ് ഓഫ് അരിസ്റ്റോക്രസി അല്ലെങ്കിൽ പിന്നെ കേർട്ടസി ആണ് കേട്ടോ.
ഇവിടെ ഞാൻ ഓഷനിൽ നിന്ന് ലൈക്ക് സ്പ്രേയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത് അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് ജനിച്ചു. എത്ര അരിസ്റ്റോക്രാസിയാണ്, റോയലാണ്, ബ്യൂട്ടിഫുൾ ആണെന്നെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. These beautiful women doesn't know how to take a decision and they will end up in trouble എന്നാണ് പോയറ്റ് പറയുന്നത്. In courtesy, I would have her chiefly learned. Hearts are not had as a gift, but hearts are earned. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, I wish my daughter learn courtesy. എൻ്റെ മകൾ courtesy പഠിക്കണം. Because hearts are not received as a gift. നമുക്ക് ഹാർട്ട്സ് ആൾക്കാർ തരില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാർട്ട്സ് ആർ ഏൺഡ്. നമ്മളുടെ കൈൻഡ്നെസ്സും ലവും കൊണ്ട് മറ്റൊരാളുടെ ഹാർട്ട് നമ്മൾ വിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ജോബ് ക്യാൻ ബി ഡൺ ബൈ ദോസ് പീപ്പിൾ ഹു ആർ നോട്ട് എൻറ്റയർലി ബ്യൂട്ടിഫുൾ. അതിന് ബ്യൂട്ടി ആവണമെന്നില്ല. ഓക്കെ, ബ്യൂട്ടി ഈസ് നോട്ട് നെസസറി ഫോർ ദാറ്റ് ടു വിൻ സംബഡീസ് ഹാർട്ട്. Yet many that have played the fool, for beauty's very self has charm made wise, and many a poor man that has robed, loved, and thought himself beloved, from a glad kindness cannot take his eyes. അതായത് there are yet many people who have run behind beauty but didn't receive anything in return. ബ്യൂട്ടിയുടെ പുറകെ പോകുന്ന ആൾക്കാർക്ക് ഒന്നും തിരിച്ച് കിട്ടത്തില്ല. There are many poor men, കുറേ പാവപ്പെട്ട ആൾക്കാർ, പോവർട്ടി എന്നല്ല ഉദ്ദേശിക്കുന്ന ഓരോ ട്രബിൾ വന്നിട്ടുള്ള men. There are many poor men who craved for love. സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ക്രേവ് ചെയ്തിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. Thinking themselves as beloved when they meet a kind-hearted person, but they cannot take their eyes. അപ്പം ഇവിടെ ഒരു കാര്യമേ പറയുന്നുള്ളൂ. അക്കോർഡിംഗ് ടു W.B. Yeats, in love, kindness is more important than beauty. നമ്മൾ ബ്യൂട്ടിയുടെ പുറകെ പോകാൻ പാടില്ല. കൈൻഡ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. May she become a flourishing hidden tree that all her thoughts may like the linnet be. എന്നിട്ട് പറയാണ്, May my daughter be like a flourishing hidden tree. ഒരു ഫ്ലറിഷ് ചെയ്യുന്ന ഹിഡൻ ട്രീ ആയി മാറണം. ഹിഡൻ ട്രീ എന്ന് പറഞ്ഞാൽ ബേർഡ്സ് വന്നിരിക്കുന്ന ഹിഡൻ ട്രീ. ബേർഡ്സ് വന്നിരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞു സ്മോൾ ബേർഡ്സിനെ ഒന്നും കാണാൻ പറ്റില്ല. ബിഹൈൻഡ് ദ ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ദേ യൂസ് ടു സിറ്റ്. അപ്പം എൻ്റെ മകൾ എന്തായിരിക്കണം? ഒരു ഫ്ലറിഷിങ് ഹിഡൻ ട്രീ ആയിരിക്കണം. ദാറ്റ് ഓൾ ഹർ തോട്ട്സ് മേ ലൈക്ക് ദ ലിനറ്റ് ബി. അവളുടെ ചിന്തകൾ എന്തായിരിക്കണം? ഒരു ലിനറ്റിനെ പോലെ ആയിരിക്കണം. ലിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ബേർഡ്. അതിനെ കാണാനൊന്നും പറ്റില്ല നമ്മൾ, പക്ഷെ ഭയങ്കര സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് കരയുന്നതെന്ന് നമ്മൾ തന്നെ തിങ്ക് ചെയ്യാറുണ്ട്. ബട്ട് വെൻ എവർ വി ലുക്ക് അറൗണ്ട് വി കൻ നോട്ട് ഫൈൻഡ് എ ലിറ്റിൽ ബേർഡ്, ബട്ട് വി കൻ ഹാവ് ദാറ്റ് ഇൻറ്റൻസ് സൗണ്ട് കമ്മിങ് ഫ്രം സംവെയർ. അതാണ് ലിനറ്റ് ബേർഡിൻ്റെ പ്രത്യേകത. അപ്പം എൻ്റെ മകള്, എൻ്റെ ഡോട്ടർ, ഷി ഷുഡ് ബി ലൈക്ക് എ ഫ്ലറിഷിംഗ് ഹിഡൻ ട്രീ വെർ ലിനറ്റ് ബേർഡ്സ് കം ആൻഡ് സിംഗ്. ആസ് ലിനറ്റ് ഇസ് സോ സ്മോൾ ടു ബി വിസിബിൾ and have no business but dispensing round their magnanimities of sound. പക്ഷേ ഇവർക്ക് ഒരു ബിസിനസ്സും ഇല്ല. It has no business rather than dispensing its beautiful sound. അപ്പോൾ എൻ്റെ മകൾ ലിനറ്റിനെ പോലെ എന്തായിരിക്കണം? She should spread kindness. Nor but in merriment begin a chase, nor but in merriment a quarrel. എൻ്റെ മകളുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം? പെട്ടെന്ന് ഷി ഷുഡ് നോട്ട് ബി ലൈക്ക് മോർ ജോയ്ഫുൾ. അങ്ങ് എല്ലാത്തിനും അങ്ങ് മെറിമെൻറ്റ് കാണണ്ട, സന്തോഷം കാണണ്ട. ഷി ഷുഡ് നോട്ട് ബി ലൈക്ക് മോർ ജോയ്ഫുൾ ആൻഡ് നോട്ട് ആർഗ്യുമെൻറ്റേറ്റീവ്. എല്ലാത്തിനും വഴക്കുമിടാൻ പാടില്ല. ബട്ട് മേ ഷി ലീവ് ലൈക്ക് സം ഗ്രീൻ ലോറൽ റൂട്ടഡ് ഇൻ വൺ ഡിയർ പെർപെക്ച്വൽ പ്ലേസ്. പക്ഷെ എന്തായിരിക്കണം അവളുടെ ക്യാരക്ടർ? ഷി ഷുഡ് ബി ഫേം. അവളുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്യാതെ ഒരു ഗ്രീൻ ലോറൽ ട്രീയെ പോലെ ഫേം ആയിരിക്കണം. ഇതൊക്കെ എക്സ്പെക്റ്റേഷൻസ് ആണ്, പ്രെയർ ആണ് എൻ്റെ ഡോട്ടറിനെ കുറിച്ച് എനിക്ക്. മൈ മൈൻഡ് ബിക്കോസ് ദ മൈൻഡ്സ് ദാറ്റ് ഐ ഹാവ് ലവ്ഡ്, ദ സോർട്ട് ഓഫ് ബ്യൂട്ടി ദാറ്റ് ഐ ഹാവ് അപ്രൂവ്ഡ്. ഇനി കീറ്റ്സിനെ കുറിച്ച് പറയാണ്, ദ മൈൻഡ്സ് ദാറ്റ് ഐ ഹാവ് ലവ്ഡ്. ഇവിടെ മൈൻഡ് ദാറ്റ് ഐ ഹാവ് ലവ്ഡ് എന്ന് പറയുന്നത് മോത്ഗോണിനെ കുറിച്ചാണ്. മോത്ഗോണിൻ്റെ അടുത്തായിരുന്നു ഇദ്ദേഹത്തിനൊരു ലവ് അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ, ക്രഷൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം കീറ്റ്സ് പറയുവാണ്, ദ മൈൻഡ്സ് ദാറ്റ് ഐ ഹാവ് ലവ്ഡ്, ഞാൻ സ്നേഹിച്ചിരുന്ന മൈൻഡ്, ദ ഹാർട്ട് അല്ലെങ്കിൽ ആ ഹൃദയം, ദ സോർട്ട് ഓഫ് ബ്യൂട്ടി ദാറ്റ് ഐ ഹാവ് അപ്രൂവ്ഡ്. എങ്ങനത്തെ ബ്യൂട്ടീനെയാണോ ഞാൻ അപ്രൂവ് ചെയ്തത്? പ്രോസ്പർ ബട്ട് ലിറ്റിൽ. അത് പ്രോസ്പറായി, പക്ഷെ കുറച്ചേ ആയുള്ളൂ. ആൻഡ് ഹാസ് ഡ്രൈഡ് അപ്പ് ഓഫ് ലേറ്റ്. പിന്നീട് എന്തായി? അത് ഉണങ്ങിപ്പോയി. യെറ്റ് നോസ് ദാറ്റ് ടു ബി ചോക്ഡ് വിത്ത് ഹെയ്റ്റ് may well be of all evil chances chief. If there is no hatred in a mind, assault and battery of the wind
can never tear the linnet from the leaf. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹിസ് ഡോട്ടേഴ്സ് ഹാർട്ട് ഷുഡ് നോട്ട് ബി ഫിൽഡ് വിത്ത് ഹേറ്റ്രഡ്. എൻ്റെ മകളുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? പക്ഷേ വളരെ കൈൻഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഫിൽഡ് വിത്ത് ഹേറ്റ്രഡ്. അത് ഹേറ്റ്രഡ് തൊട്ട് ഫില്ല് ചെയ്യേണ്ടതായിരിക്കല്ലോ. ആൻഡ് നമ്മളുടെ ഹൃദയം ഹേറ്റ്രഡ് കൊണ്ട് ഫില്ലായാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഓൾ ദ ഈവിൾസ് വിൽ അറ്റാക്ക് us. സോ ഹെർ ഹാർട്ട് ഷുഡ് ബി വെരി പ്യുവർ. ആൻഡ് ഇഫ് ദർ ഇസ് നോ ഹേറ്റ്രഡ്, നമ്മുടെ മനസ്സിൽ ഒരു ഹേറ്റ്രഡും ഇല്ല, ഓൺലി ലവ് ആൻഡ് കൈൻഡ്നെസ് മാത്രമേ ഉള്ളെങ്കിൽ ഈവൻ ദ ഹാർഡസ്റ്റ് സ്റ്റോം കെൻ നോട്ട് മേക്ക് എ സ്മോൾ ലിനറ്റ് fall from the tree. നിങ്ങൾക്കറിയാം ലിനറ്റ് എന്ന് പറയുന്ന ബേർഡ് എന്ത് സ്മോൾ ആണ്, എന്ത് ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലേ? അപ്പം ഈവൻ ദിസ് ഹാർഡ് സ്റ്റോം ക്യാൻ നെവർ ടിയർ ദ ലിനറ്റ് ഫ്രം ദ ലീഫ്. ഈ ഒരു ചെറിയ ഇലയിൽ ഇരിക്കുന്ന ലിനറ്റിനെ ഇത്ര കട്ടിയുള്ള സ്റ്റോം ആണെങ്കിലും ഇറ്റ് ക്യാൻ നോട്ട് മേക്ക് ദ ബേർഡ് fall from the tree. സോ നമ്മളുടെ ഹൃദയവും അത്ര പ്യുവർ ആൻഡ് കൈൻഡ് ആൻഡ് ലവബിൾ ആയിരിക്കണം. ആൻഡ് ഇൻ്റലക്ച്വൽ ഹേറ്റ്രഡ് ഇസ് ദ വേഴ്സ്റ്റ്. അക്കോർഡിംഗ് ടു കീറ്റ്സ്, നമ്മളുടെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഹേറ്റ്രഡ് എന്ന് പറയുന്നതാണ്. സോ ലെറ്റ് her think opinions are accursed. Have I not seen the loveliest woman born out of the mouth of plenty's horn? Because of her opinionated mind, barter that horn and every good, by quiet natures understood, for an old bellows full of angry wind. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇൻ്റലക്ച്വൽ ഹേറ്റർ ആണ് ഏറ്റവും വേഴ്സ്റ്റ്. ഷീ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആൻഡ് ഷീ മസ്റ്റ് നോട്ട് ബി എഫക്റ്റഡ് ഫ്രം ദാറ്റ്. ഇവിടെ വീണ്ടും മോദ്ഗോണിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹാവ് ഐ നോട്ട് സീൻ ദ ലവ്ലിയസ്റ്റ് വുമൺ ബോൺ? ഞാൻ കണ്ടിട്ടില്ലേ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ളൊരു നല്ല ലവ്ലിയസ്റ്റ് വുമണിനെ? ഫൈനലി എന്താ സംഭവിച്ചത്? അവളുടെ ഒപ്പീനിയനേറ്റഡ് മൈൻഡ്, അവളുടെ മൈൻഡ് എന്താണ്? ആൾക്കാർ പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആവുകയും അവൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്തതും ഫേം പെർപെക്ച്വൽ ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഷീ ഫൈനലി ഗോട്ട് ഇൻ ട്രബിൾ. എങ്ങനെ? ഫോർ ആൻ ഓൾഡ് ബെല്ലോസ് ഫുൾ ഓഫ് ആംഗ്രി വിൻഡ്. അവൾക്ക് ഡിസേർവ് ചെയ്യാത്തൊരു ലൈഫാണ് അവൾക്ക് കിട്ടിയത്. മോദ്ഗോൺ പിന്നെ കല്യാണം കഴിച്ചത് ഒരു മാക്ബ്രൈഡിനെയാണ്. ഹി വാസ് ആൻ ആംഗ്രി മാൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ W.H. അഭിപ്രായത്തിൽ ഭയങ്കര ആങ്കറും ഫ്രസ്ട്രേഷനും ഉള്ളൊരു മാനാണ്. വേർ മോദ്ഗോണിൻ്റെ ക്യാരക്ടർ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് മോദ്ഗോൺ നെവർ ഡിസേർവ് സച്ച് എ പേഴ്സൺ എന്നാണ് W.H. പറയുന്നത്. Considering that all hatred driven hence, the soul recovers radical innocence. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇഫ് ഓൾ ദ ഹേറ്റ്രഡ് ആർ ഡ്രിവൺ അവേ, നമ്മളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ ഹേറ്റ്രഡും മായ്ക്കുവാണെങ്കിൽ അവർ സോൾസ് റിക്കവർ ഇന്നസെൻസ്. നമ്മളുടെ ഹാർട്ട് പ്യുവർ ആവും, ഇന്നസെൻ്റ് ആവും. ആൻഡ് ലേൺസ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് സെൽഫ് ഡിലൈറ്റിംഗ്, സെൽഫ് അപ്പീസിങ്, സെൽഫ് എഫ്രൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വാളിറ്റീസ്. നമ്മളുടെ ഹാർട്ടിൽ ഒരു ഹേറ്റ്രഡും ആരെക്കുറിച്ചും ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വാളിറ്റീസ് ഓഫ് സെൽഫ് ഡിലൈറ്റിംഗ്. നമ്മുടെ സെൽഫ് ഡിലൈറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. സെൽഫ് അപ്പീസിങ് എന്ന് പറഞ്ഞാൽ സമാധാനം. ഇറ്റ് വിൽ ബി സെൽഫ് അപ്പീസിങ് ആൻഡ് സെൽഫ് എഫ്രൈറ്റിംഗ്. സെൽഫ് എഫ്രൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആയിരിക്കും. Now, and that its own sweet will is heaven's will. ഒരു ഇന്നസെൻറ്റ് മൈൻഡിൻ്റെ വില്ലെന്ന് പറഞ്ഞാൽ ഹെവൻ്റെ വില്ല് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഹെവൻസ് വിൽ. നമ്മൾ ഇന്നസെൻ്റ് മൈൻഡ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഹെവൻ. ഷീ ക്യാൻ, ദോ എവറി ഫേസ് ഷുഡ് സ്കൗൾ ആൻഡ് എവറി വിൻഡി ക്വാർട്ടർ ഹൗൾ ഓർ എവറി ബെല്ലോസ് ബേഴ്സ്റ്റ്, ബി സ്റ്റിൽ ഹാപ്പി. അപ്പോൾ എൻ്റെ മകൾ എന്തായിരിക്കണം? ഷീ ഷുഡ് ബി ഏബിൾ ടു ഫേസ് എനി സിറ്റുവേഷൻ. ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഷീ ഷുഡ് ബി ഏബിൾ ടു ഫേസ് ഇറ്റ്. ഈവൻ ഇറ്റ് ഇസ് സ്കൗൾ എന്ന് പറഞ്ഞാൽ ഫ്രൗൺ ചെയ്യത്തില്ലേ നമ്മളൊരു അപ്സെറ്റിംഗ് സിറ്റുവേഷൻ. ഹൗൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഡിസ്റ്റർബിങ് സിറ്റുവേഷൻ. ആൻഡ് ബേഴ്സ്റ്റ്, പൊട്ടിത്തെറി. വാട്ട് എവർ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഷീ ഷുഡ് ബി ഹാപ്പി സ്റ്റിൽ. അങ്ങനെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ അവൾ പഠിക്കണം. ആൻഡ് മേ ഹെർ ബ്രൈഡ് ഗ്രൂം ബ്രിങ് ഹെർ ടു എ ഹൗസ് വെർ ഓൾസ് അക്കസ്റ്റംഡ് സെർമോണിയസ്. മൈ ഡോട്ടർ ഷുഡ് ഗെറ്റ് മാരീഡ് ഇൻ എ പ്ലേസ് വെർ ഓൾ ദ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഷുഡ് ബി ഫോളോഡ്. അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ മകൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിൽ വെർ ഷീ ഗെറ്റ് മാരീഡ്, ആ ഹൗസ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹൗസ്, അവിടുത്തെ മെമ്പേഴ്സ്, ദേ ഷുഡ് ഫോളോ ഓൾ ദ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ഫോർ അരഗൻസ് ആൻഡ് ഹേറ്റ്രഡ് ആർ ദ വേസ് പെഡിൽഡ് ഇൻ ദ ത്രൂ വേസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അരഗൻസും ഹേറ്റ്രഡും ഒരേ വഴിയിലാണ് മീറ്റ് ചെയ്യുന്നത്. അത് പാടില്ല. ഹൗ ബട്ട് ഇൻ കസ്റ്റം ആൻഡ് ഇൻ സെറിമണി ആർ ഇന്നസെൻസ് ആൻഡ് ബ്യൂട്ടി ബോൺ. സെറിമണി ഇസ് എ നെയിം ഫോർ റിച്ച് ഹോൺ ആൻഡ് കസ്റ്റം ഫോർ ദ സ്പ്രെഡിംഗ് ലോറൽ ട്രീ. വേർ ഇസ് കസ്റ്റം ആൻഡ് സെറിമണി ഫോളോഡ്, ദർ ഇന്നസെൻസ് ആൻഡ് ബ്യൂട്ടി ഇസ് ബോൺ. എവിടെയാണോ ശരിയായ കസ്റ്റവും സെറിമണിയും ഫോളോ ചെയ്യുന്നത് അവിടെ എന്തുണ്ട്? ഇന്നസെൻസും ബ്യൂട്ടിയും ഉണ്ട്. സെറിമണി എന്ന് പറയുന്നത്
മറ്റൊരു പേരാണ് റിച്ച് പ്രോസ്പെറിറ്റിയുടെ. കസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സ്പ്രെഡിങ് ലോറൽ ട്രീ. ലോറൽ ട്രീക്ക് ഒരു സിംബലൈസേഷൻ ഉണ്ട്, വിക്ടറി എന്നും പറയാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റാൻസ. ഇത് വലിയ ഒരു പോയട്രി ആയിരുന്നു, 10 സ്റ്റാൻസ പോയട്രി ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?